കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സംഭവം ഇത് വാങ്ങുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഒന്നാമത് ഇപ്പൊ PG ചെയ്യുന്നുണ്ട്, ബോട്ടണി ആണ്. ഇതാണ് ആ പേര്. ഹായ് ഓൾ. അപ്പൊ ഇന്നെന്ന് പറയുന്നത് SM സ്ട്രീറ്റില് പോയപ്പോ ഞങ്ങൾ എന്തൊക്കെ വാങ്ങി എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അത്യാവശ്യം കുറേ സാധനങ്ങള് എനിക്ക് തോന്നുന്നു ഞങ്ങള് തെണ്ടി നടന്നിട്ട് അത്രയ്ക്കും കുറേ സാധനങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് വാങ്ങി കൂട്ടിയിട്ടുണ്ട്. വണ്ടിയിലായതുകൊണ്ട് തന്നെ കൊണ്ടുവരാൻ കുറച്ച് സുഖമായിരുന്നു. ബസ്സിലായിരുന്നെങ്കിൽ ശരിക്കും പെട്ടുപോയാണേ. സോ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ 2 ചെരുപ്പാണ് വാങ്ങിയിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചെരുപ്പ്. എനിക്ക് കുറച്ച് നല്ല ഇട്ട സമയത്ത് നല്ല കംഫർട്ടായിട്ട് ഫീൽ ചെയ്തു. സോ ഇങ്ങനത്തെ ഒന്ന്. ദെൻ ദിസ് വൺ. നെക്സ്റ്റ് നല്ല കളർ കോമ്പിനേഷൻ അല്ലേ, കുറച്ച് സ്റ്റാൻഡേർഡ് തോന്നുന്നു. സോ ഇതിന്റെ അവിടെയും നല്ലൊരു സ്പോഞ്ച് ടൈപ്പ്, അതുകൊണ്ട് നടക്കാൻ ഭയങ്കര സുഖം. ദെൻ ഇതെന്റേതല്ല, ഇത് അവളതാണ്. 150 എന്ന് അവള് പറയുന്നു. ഓക്കെ, അപ്പൊ ഇതിന് 150 ആണ്. എന്റതിന് ഈ ഒരു ഇത് എന്താണ്, ഇതിന് 200 ആണ് റേറ്റ് വരുന്നത്. പൈസ കുറച്ച് കിട്ടിയില്ല. ഓക്കെ, പിന്നെ പോയപ്പോ ഇത് വാങ്ങി. ഇത് എനിക്ക് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഡ്രൈവ് ചെയ്യുന്ന 2 വീലറിൽ ഡ്രൈവ് ചെയ്യുന്ന എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളൊരു സാധനമാണ് ഹാൻഡ് ഗ്ലൗ. ബ്ലാക്ക് ഉണ്ട്, പക്ഷെ ബ്ലാക്ക് ഭയങ്കര ചൂടായിരിക്കില്ല, അപ്പൊ അത് ഒഴിവാക്കിയിട്ട് സ്കിൻ കളറാണ് വാങ്ങിയത്. നല്ല സ്മെല്ലുണ്ട്, കൊള്ളാം. ഓക്കെ, അപ്പൊ ഇതൊന്ന്. ദെൻ പിന്നെ കല്യാണത്തിന്റെ പർച്ചേസിങ്, എന്റെ കസിന്റെ കല്യാണം ആയതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. പക്ഷെ മാല കിട്ടിയില്ല. മാല കിട്ടാത്തത് കൊണ്ട് ഞാൻ പിന്നെ മാട്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള സാധനമല്ലേ, അപ്പൊ അത് വാങ്ങി. ആദ്യം മറ്റേ ഒരു സിമ്പിൾ ആയിട്ടുള്ള ടൈപ്പ് ആയിരുന്നു നോക്കി, പക്ഷെ അത് വേഗം പൊട്ടിപ്പോകുന്നോണ്ട് അത് വാങ്ങിയില്ല. ഇത് ഇങ്ങനെ ഉണ്ടോ. അടുത്ത ഒയാസിസിൽ പോയ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഫ്രണ്ട് ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരാളുണ്ട്. അപ്പൊ അവളോട് ചോദിച്ച സമയത്ത് ഒയാസിസിൽ ഉള്ളോട്ട് പോയ സമയത്ത് ക്രാഫ്റ്റിന്റെ ഒരു വീഡിയോ, അത്യാവശ്യം നമുക്ക് വേണ്ട ബേസിക് ആയിട്ട് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് പോലത്തെ സാധനങ്ങൾ എനിക്ക്, ഞാൻ ഒരു ഓവർ തിങ്കർ ആയതുകൊണ്ട് വെറുതെ കുത്തിന് ഓരോന്ന് ചിന്തിക്കും. അപ്പൊ അത് ആ ചിന്ത ഒഴിവാക്കാൻ, ആ ചിന്തിക്കുന്ന സമയം എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. സംഭവം ഇത് വാങ്ങുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഒന്നാമത് ഇപ്പൊ PG ചെയ്യുന്നുണ്ട്, ബോട്ടണി ആണ്. അപ്പൊ അതിന്റെ റെക്കോർഡ്, പ്രാക്ടിക്കൽ, എക്സാം, അത് ഇതെന്ന് പറഞ്ഞിട്ട് ശ്വാസം വിടാൻ നേരം ഉണ്ടാവില്ല. പക്ഷെ ഈ ശ്വാസം വിടാൻ നേരമില്ലാത്ത സമയത്ത് പോലും ഞാൻ ഓവർ തിങ്ക് ചെയ്യാറുണ്ട്. അപ്പം ആ ഓവർ തിങ്ക് ചെയ്യുന്ന സമയം പോലും യൂട്ടിലൈസ് ചെയ്യാലോ എന്ന് കരുതി ക്രാഫ്റ്റിന്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങി. എന്തെങ്കിലും ചെയ്യാലോ. എനിക്ക് ഒന്നാമത് ക്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാ. സോ ഞാൻ ഇങ്ങനത്തെ ഒരു ബോർഡ് വാങ്ങി. നല്ല രസമല്ലേ, ഇപ്പൊ ബോർഡൊക്കെ ചിത്രം വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വെക്കാലോ. അപ്പൊ ഇങ്ങനത്തെ ഒന്ന് വാങ്ങി. ദെൻ ഞാൻ ക്ലേ ആർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ ആദ്യമൊക്കെ ചെയ്യായിരുന്നു. എന്റെ കുറച്ച് ഫ്രണ്ട്സിലൊക്കെ ഞാൻ ഇങ്ങനെ ക്ലേ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടി ഒന്ന് മോടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ അല്ലാണ്ട് തന്നെ എക്സ്ട്രാ ഒക്കെ വാങ്ങി. കീ ചെയിൻ, അതിന്റെ കുറച്ച് സാധനങ്ങള്. കീ ചെയിന്, ഇത് അതിൻ്റെ ഉള്ളിൽ ഇടാനുള്ള സാധനങ്ങള്, എന്തൊക്കെയൊക്കെ ആവശ്യം വരില്ലോ, അപ്പൊ അതൊക്കെ വാങ്ങിയതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇതൊന്ന് വാങ്ങി. ഒന്നുണ്ടായിരുന്നുള്ളൂ, ഇതുണ്ടായിരുന്നുള്ളൂ. ഇതെന്ന് പറയുന്നത് ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമല്ലോ. അല്ല, ആവശ്യമില്ലല്ല, ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം. അപ്പൊ അത് വാങ്ങി. അപ്പോ ഇതൊന്നും. പിന്നെ ഇത് ക്ലയന്റ് ആവശ്യത്തിന് വേണ്ടി ബ്ലേഡ് ആണ്. ക്ലയന്റ് ആവശ്യത്തിന് വേണ്ടി വാങ്ങിയതാണ്.
ഇത് ബോർഡ് ക്യാൻവാസ് ചിത്രം വരയ്ക്കാൻ വേണ്ടിട്ട് എനിക്കൊരു ഫ്രെയിം ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ട്. അപ്പൊ അതിന് വേണ്ടി വാങ്ങി. ദെൻ ഇത് വാങ്ങി. ഇത് ആ 30 രൂപേന്റെ കടല്ലേ, അവിടുന്ന് വാങ്ങിയതാ. മെഷർമെന്റിന് വേണ്ടിട്ട്. ഈ ക്ലേ ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് മെഷർമെന്റ് നടന്ന് തെറ്റി പോവാറുണ്ട്. കുറെ കുക്കിംഗ് കുറെ ഫെയിൽ ആവാനുള്ള റീസൺ അതാ. അപ്പം അത് അമ്മ ഉണ്ട് ഇവിടെ, അമ്മ. അപ്പം ഇതാണ് ആ മെഷർമെന്റ്. എല്ലാം ഉണ്ട്. പിന്നെ ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിലേക്ക് പോയി. സ്റ്റുഡിയോയിൽ പോയിട്ട് ഒരു പാന്റ് വാങ്ങി. കണ്ടോ, ഇതാണ് ആ പാന്റ്. ഓക്കെ, അപ്പൊ ഇതൊരു പാന്റ്. പിന്നെ വേറൊരു പാന്റ്. കണ്ടോ, ഇതാണ് ആ പാന്റ്. അപ്പം പിന്നെ അവിടെ നേരെ ഞങ്ങൾ എജുമാർട്ടിലേക്ക് പോയി. എജുമാർട്ട് എന്ന് പറയുന്നത് ക്രാഫ്റ്റിന്റെ വേറൊരു സംഗീതമാണ്. സോ അവിടുന്ന് എനിക്കൊരു ജേർണൽ ചെയ്യുന്ന ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഓവർ തിങ്കർ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുത്തി കുറിക്കാലോ എന്ന് കരുതി ഞാനൊരു ജേർണൽ വാങ്ങി. ഓവർ മോഡിഫിക്കേഷനുള്ള മറ്റേ കെട്ടുള്ള സാധനങ്ങളൊന്നല്ല. കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് വില കുറവുള്ളതാണ്. ഞാൻ അത്രയും വലിയ എക്സ്പേർട്ട് അല്ലല്ലോ. അവിടെ തൽക്കാലം ഇതിൽ ചെയ്യാം എന്ന് കരുതി ജസ്റ്റ് ഒരു ബുക്കാണ്. ജേർണലൊന്നും കറക്റ്റ് പറയാൻ പറ്റില്ല, എന്നാലും ഞാൻ ജേർണലായിട്ട് കരുതുന്ന ഒരു ബുക്ക് വാങ്ങി. പിന്നെ നമ്മളെ ക്ലേന്റെ വേണ്ട ഡോട്ടിന്റെ സാധനങ്ങളാണിത്. ഇതിന്റെ ലിങ്ക് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. വേണ്ട ആൾക്കാർ ജസ്റ്റ് പോയി നോക്കാം കേട്ടോ. അപ്പം ഡോട്ടിന് വേണ്ട സാധനങ്ങള്. പിന്നെ ടാപ്പ് ക്രാഫ്റ്റ് ചെയ്യുന്നതാണല്ലോ, അപ്പൊ ടാപ്പ് ഒന്നാമത് എനിക്ക് തോന്നുന്നു 25 രൂപ എങ്ങാനേ ഉള്ളൂ ഇതിന്. അപ്പം ടാപ്പ്. പിന്നെ ഇതിന്റെ പൈസ പറയാൻ മറന്നു. ഇതിന് എനിക്ക് തോന്നുന്നു എത്രയായിരുന്നു, 150 രൂപ ഇതിന്. പിന്നെ ഇതിന് 120. അതൊക്കെ തന്നെയാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ എന്റെ SM സ്ട്രീറ്റ് ഷോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ, ക്രാഫ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർ, ഇപ്പൊ ഞാൻ കൂടുതലായിട്ട് ക്രാഫ്റ്റ് സാധനം വാങ്ങിയതുകൊണ്ട് ക്രാഫ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അവർക്ക് അതിന്റെ എന്തെങ്കിലും ലിങ്ക് വേണമെങ്കിൽ ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ വേണ്ട ആൾക്കാർ ജസ്റ്റ് പോയിട്ട് ചെക്ക് ചെയ്യുക. ആൻഡ് അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.